Learning how a moving coil galvanometer functions, we come to the next topic, which is conversion of a galvanometer into ammeter and voltmeter. എങ്ങനെയാണ് നമ്മളൊരു galvanometer പ്രശ്നം എന്താ? It is major drawback. It is can measure only very small amount of current. What is an ammeter? It is a device which which is used for measuring current of higher amount, അല്ലെ, നല്ല വാല്യൂ ഉള്ള കറണ്ട് മെഷർ ചെയ്യാൻ. അപ്പോൾ ചെറിയ കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസിനെ എനിക്ക് ഒരു ആംപ്ലിഫയർ മാതിരി ആക്കണം, വലിയ കറണ്ടാക്കി മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാക്കി മാറ്റണം. അതാണ് ഫസ്റ്റ് പ്രോസസ്. വി ആർ ഗോയിങ് ടു കൺവേർട്ട് എ galvanometer into ammeter. How we are going to do? That is the first topic which you are going to deal this. And before going to the topic, please make sure you have learned how a moving coil galvanometer functions. I had uploaded a animated video along with the last class. Please understand it. Right. Now, what is the problem with, suppose ഒരു galvanometer എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിന് ഞാൻ പറയുകയാണ്, അതിന് 10 മൈക്രോ ആംപിയർ വരെ മെഷർ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഐദർ ഇറ്റ്സ് പോയിന്റർ ഗെറ്റ്സ് ബ്രോക്കൺ, അല്ലേ, വല്ലാണ്ട് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ടോർക്ക് കൂടുമ്പോൾ എന്താ, പോയിന്റർ അതിനനുസരിച്ച് ചെരിയും. പോയിന്റർ വല്ലാണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഇറ്റ് മൂവ്സ് അറ്റ് ഹൈ സ്പീഡ് ഇറ്റ് ബേസ്റ്റ്. സെക്കൻഡ് എന്താ, വല്ലാണ്ട് കറങ്ങുമ്പോൾ ഹീറ്റ് ജനറേഷൻ വരും, അല്ലെ, കോയിലിന്. അപ്പോൾ ഹീറ്റ് ജനറേഷൻ അഗെയിൻ galvanometer gets damaged. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡു എ മെത്തേഡ് ബൈ വിച്ച് ഈ ചെറിയ 10 മൈക്രോ ആംപിയർ മാത്രം മെഷർ ചെയ്യുന്ന അതേ galvanometer വെച്ചിട്ട് തന്നെ നമ്മൾ വലിയ 1 ആംപിയർ വരെയുള്ള കറണ്ട് മെഷർ ചെയ്യിക്കാൻ പറ്റും. അതിന് നമ്മൾ കുറച്ച് എക്സ്ട്രാ കണക്ഷൻസ് ചെയ്താൽ മതി. അതൊക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡീൽ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10 മൈക്രോ ആംപിയർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് കറണ്ട് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ എ സിമ്പിൾ galvanometer. റൈറ്റ്. ആ മെഷർ ചെയ്യുന്ന ആ വാല്യൂവിനെ നമ്മൾ പറയുന്നതാണ് ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് ഓഫ് ദാറ്റ് galvanometer. അതായത് ആ കറണ്ടിനാണ് അത് മാക്സിമം അല്ലെങ്കിൽ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കാൻ കഴിയുന്നത്. അതിന് നമ്മൾ സാധാരണ ക്യാപിറ്റൽ IG എന്നോ അല്ലെങ്കിൽ സ്മോൾ IG, ഇറ്റ്സ് ഓക്കെ. സാധാരണഗതിയിൽ ക്യാപിറ്റൽ IG, ദാറ്റ് ഈസ് എ ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് എന്നാണ് പറയാറ്. ക്ലിയർ ആവുന്നിരിക്കുന്നത്. ഞാൻ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വിൽ ഡൂ എൻ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇത്തിരി കൂടി വൃത്തിയിൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മളൊരു വലിയ കറണ്ട് മെഷർ ചെയ്യാൻ പോവാണ്, ചെറിയ കറണ്ട് മാത്രം താങ്ങാവുന്നൊരു വസ്തു വെച്ചിട്ട്, അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. സപ്പോസ് നമുക്കൊരു പാത അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, വളരെ നാരോ ആയിട്ടുള്ളൊരു പാത, റൈറ്റ്. ഇതൊരു പ്രൊപ്പറേറ്ററോട് പറയുകയാണ്, ഇതിൽ കൂടെ കുറച്ച് ട്രക്സ് വരും, അത് എണ്ണണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഒരു 30 ട്രക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ചെറിയ വാല്യൂ എടുക്കാം, 10 ട്രക്ക് വരുന്നുണ്ട് വെച്ചു. ഇത് നേരോ പാത്താണല്ലേ, ഈ 10 എണ്ണം വന്ന് ഇയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് എണ്ണാൻ. ഈ ട്രക്കിനും ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് ഇത് മുഴുവൻ ഇരുന്ന് എണ്ണാനും ബുദ്ധിമുട്ടാണ്, ഇത് കൂടെ വന്ന് വരണ്ടേ. അപ്പോൾ അയാളൊരു ആൾട്ടർനേറ്റിംഗ് പാത്ത് എടുത്ത് കൊടുക്കുകയാണ്, വിച്ച് ഇസ് ക്വൈറ്റ് ഹ്യൂജ്. അതായത് വലിയ പാത ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ട്രക്കിന് വരുമ്പോൾ ഇവിടെ നിന്നാണ് ട്രക്ക് വരുന്നത് വെച്ചോ. ട്രക്കിന് 2 വഴികളുണ്ട്, അല്ലേ. അയാൾ പറയാം നമുക്ക് റേഷ്യോ വയ്ക്കാം, അല്ലേ. മെജോറിറ്റി ഇത് കൂടെ ആളുകൾ പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വ്യാപ്തി കൂടുതലാണ്, ഡിസ്റ്റൻസ് വിത്ത് ഇസ് മോർ, ഹിയർ വിത്ത് ഇസ് ലെസ്, സോ മാക്സിമം ട്രക്സ് വിൽ ബി പാസിംഗ് ത്രൂ ദിസ് വൺ, റൈറ്റ്. ഹി ഈസ് മേക്കിംഗ് എ റൂൾ ദാറ്റ് if 10 trucks are coming from here, how many 10 trucks are coming from here, 9 of them has to pass through this one and only 1 has to pass through this one. 9 എണ്ണം മുകളിൽ കൂടെ പോവുകയാണെങ്കിൽ വലിയ സൈക്കിൾ അത് കൂടെ സുഖമായിട്ട് പോകാമല്ലോ, ഒരെണ്ണം ഇത് കൂടെ പോകാൻ പാടുള്ളൂ. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ അയാളൊരു റേഷ്യോ തീരുമാനിക്കുകയാണ് 9:1. എന്നിട്ട് അയാൾ എവിടെ ഇരിക്കുക, ഇവിടെയാണ് അയാൾ ഇവിടെ ഇരിക്കുകയുള്ളൂ. ഹി വിൽ സിറ്റ് ഓവർ ഹിയർ. അവൾക്ക് സുഖം എന്താ. അപ്പോൾ അയാൾ നോക്കുകയാണ് കേട്ടോ, ഒരു ട്രക്ക് വന്നു. സോ ഹി ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റുഡ്, ഒരെണ്ണത്തിൻ്റെ വർത്തം വന്നിട്ടുണ്ടെങ്കിൽ 9 എണ്ണം മുകളിൽ പോയിട്ടുണ്ടാവണം. അപ്പോൾ മൊത്തം എത്ര ട്രക്ക് വന്നിട്ടുണ്ട്, 10 എണ്ണം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ ആവുമ്പോൾ വിചാരിക്കുന്നത് നൈറ്റ്. അതേമാതിരി അയാൾ നോക്കുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അയാൾ നോക്കിയപ്പോഴേ 2 ട്രക്കുകൾക്ക് ഇവിടെ എണ്ണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ, ബാക്കി എത്രയാ, ബാക്കി മുകളിലത്തെ റേഷ്യോയിൽ 18 എണ്ണം പോയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം, അല്ലേ. ആൾക്കൊരു റേഷ്യോ തീരുമാനിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് എത്രയാ, 20 ട്രക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ക്ലിയർ ആവുമ്പോഴേക്കിന്. സോ നെക്സ്റ്റ് ടൈം ഹി കൗണ്ട്സ് ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് 4 ട്രക്സ് ഹാവ് റിലീസ്ഡ്, അല്ലെങ്കിൽ 4 ട്രക്ക് ഇയാൾ ഇവിടെ എണ്ണിയിട്ടുണ്ടെങ്കിൽ മുകളിലപ്പോൾ എത്ര വന്നിട്ടുണ്ട്, 36 ട്രക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, മൊത്തത്തിൽ 40 ട്രക്ക് വന്നിട്ടുണ്ട്. ഞാൻ നമ്പേഴ്സ് പറയുന്നത് കോമൺ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ. സോ 4 ട്രക്സ് ഇഫ് ഹി കൗണ്ടഡ് ഹിയർ, ദാറ്റ് മീൻസ് 40 current or 40 trucks have actually come
ത്രൂ ദ മെയിൻ പോയിന്റ്. ക്ലിയർ ആവുണ്ടല്ലോ? ഇതേമാതിരിയാണ് നമുക്ക് ഗാലനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റേണ്ടത്. അതായത് ഈ ചെറിയ പാത ഗാലനോമീറ്റർ എന്ന് വിചാരിക്കുക. ഈ ഗാലനോമീറ്ററിൽ നമ്മൾ സപ്പോസ് പറയുകയാണ് 1 മില്ലി ആംബിയർ ആണ് അതിൻ്റെ മാക്സിമം കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. എത്രയാണ്? 1 മില്ലി ആംബിയർ. റൈറ്റ്. ആ 1 മില്ലി ആംബിയറിന് ഞാൻ തീരുമാനിക്കുന്ന റേഷ്യോ ഈസ് ഈക്വലൻ ടു ഹൗ മച്ച്? ഐ വുഡ് സേ ഓക്കെ 1 ആംബിയർ ആണെന്ന് വിചാരിക്കുക. അതാ സുഖം അല്ലേ? ഞാൻ പറയുകയാണ് റേഷ്യോ ഞാൻ തീരുമാനിക്കില്ല. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് വിട്ട് അല്ലേ? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യണം. എത്രത്തോളം ഇതിൽ പോകാൻ പറ്റും, ഇത്രത്തോളം ഇതിൽ പോകാൻ പറ്റും. സിമിലർലി ഇത് ഗാലനോമീറ്റർ, ഈ നാരോ പാത്ത് ഗാലനോമീറ്റർ എന്ന് വിചാരിക്കാം. ഈ നാരോ പാത്തിൽ കൂടെ മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ? 1 മില്ലി ആംബിയർ. അങ്ങനെ ഒരു കണക്ഷൻ, ഇതേമാതിരി ഒരു വലിയ പാത, ഇത് വിൽ സേ വാട്ട് ഇറ്റ് ഈസ്, റൈറ്റ്. അപ്പോൾ 1 മില്ലി ആംബിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ കാണാം 1 മില്ലി ആംബിയർ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് മനസ്സിലായി? 1 ആംബിയർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്ലിയർ ആവുണ്ടോ? ഇപ്പോൾ ഇയാൾ കാണുമ്പോൾ 0.5 മില്ലി ആംബിയർ ഇവിടെ ഡിഫ്ലക്ഷൻ കിട്ടിയിട്ടുള്ളൂ. എന്തിൽ? ഗാലനോമീറ്റർ കൂടെ. നോട്ട് ഓൺ ദ ഗാലനോമീറ്റർ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വാട്ട് അനലോഗസ് ആയിട്ട് പറയണം. എന്താണെന്ന് മനസ്സിലാക്കുക. 0.5 മില്ലി ആംബിയർ ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് മനസ്സിലായിട്ടുണ്ട്? മെയിൻ ശരിക്കും വന്നുള്ള കറണ്ട് എന്താ? 0.5 ആംബിയർ ആണ്. അങ്ങനെ അയാൾ റേഷ്യോ, അങ്ങനെയാണ് നമ്മൾ വി ആർ ഗോയിങ് ടു കൺവേർട്ട് എ ഗാലനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ. ദാറ്റ് ഈസ് ഗാലനോമീറ്ററിൽ ഷോ ചെയ്യില്ല 1 ആംബിയർന്ന്. പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കണം അവിടെ 1 മില്ലി ആംബിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ആംബിയർ ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആവുന്നത് വിചാരിക്കണം. ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഹൗ വി ആർ ഗോയിങ് ടു കൺവേർട്ട് ഹൗ വി ആർ ഗോയിങ് ടു റീഡ് എ ഗാലനോമീറ്റർ ഇൻ ടു എൻ അമ്മീറ്റർ. അതായത് ഒരു ഗാലനോമീറ്റർ റീഡിങ് കണ്ടിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതിന് ഐഡിയ. നൗ വി ആർ ഗോയിങ് ടു ഡു ദ പ്രോപ്പർ ഫങ്ഷൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ നോക്കിയേ ഇനി ഓക്കെ ലെറ്റ്സ് മേക്ക്. ഇനി നമ്മൾക്ക് ശരിക്കുള്ള സർക്യൂട്ട് വരയ്ക്കാം കേട്ടോ. അപ്പം നമുക്കൊരു ഗാലനോമീറ്ററാണ് ഇത്. ഗാലനോമീറ്റർ സ്വന്തമായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ജി ആണെന്ന് വിചാരിക്കുക. ഈ ഗാലനോമീറ്റർ കൂടെ മാക്സിമം എത്ര കറണ്ട് വരാൻ പറ്റുള്ളൂ? മാക്സിമം ഡിഫ്ലക്ഷൻ കറണ്ടായി IG വരാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് പാത്ത് കൊടുത്തണം അല്ലേ? ഓൾട്ടർനേറ്റിംഗ് പാത്തിന് നമ്മൾ കൊടുത്തു. അപ്പോൾ റെസിസ്റ്റൻസ് വെച്ചു. ഈ റെസിസ്റ്റൻസിന് ഞാൻ പറയാം ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ്. എന്താണ്? ഷണ്ട് റെസിസ്റ്റൻസ്, പാരലൽ കണക്റ്റഡ് റെസിസ്റ്റൻസ്. ആൻഡ് ദ ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് വെരി വെരി സ്മോൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പം ഞാനിവിടെ ഒരു 50 ആംബിയർ കൊടുത്തിട്ട് ഞാൻ പറയുകയാണ് ഈ IG എന്ന് പറയുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ ആയ ഞാൻ ഒരു 1 ആംബിയർ ആക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ IG കൂടെ 1 ആംബിയർ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം കേട്ടോ 1 ആംബിയർ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് മനസ്സിലായി? 50 ആംബിയർ ആണ് ഇൻപുട്ട് വന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കി 49 ആംബിയർ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുക, ഇത് കൂടെ പോയിട്ടുണ്ടാവും. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്? റൈറ്റ്. സോ 1:49 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആവുമ്പോഴേക്കിന് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഡിഫ്ലക്ഷൻ എത്ര കണ്ടുള്ളൂ? 1 ആംബിയർ. സോ ഓട്ടോമാറ്റിക്കലി യു അണ്ടർസ്റ്റുഡ് ദ ആക്ച്വൽ കറണ്ട് ഈസ് 50 ആംബിയർ. ക്ലിയർ ആവുമ്പോഴേക്കിന് അപ്പോൾ 0.5 ആംബിയറെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുള്ളെങ്കിൽ എത്ര കറണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവണം? 25 ആംബിയറെ വന്നിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ ആവുണ്ടല്ലോ? സോ യു സീ ദ വാല്യൂ ആസ് 0.5 ആംബിയർ ഇൻ ദ ഗാലനോമീറ്റർ. So you understood the current which is passing is actually 50 ampere. Sorry, 25 ampere. Clear ആവുണ്ടല്ലോ? We have not reached. അപ്പോൾ ഇങ്ങനത്തെ ഷണ്ട് റെസിസ്റ്റൻസ് വെച്ചല്ലേ. Now we are going to give some values. ഇനി അതേമാതിരി ഇവിടെ 0.2 ആംബിയർ ആണ് വന്നതെങ്കിലോ, 0.2 ആംബിയേഴ്സ് വന്നിട്ടുള്ളെങ്കിലോ അതിൻ്റെ അർത്ഥം ഇവിടെ 10 ആംബിയർ വന്നിട്ടുള്ളൂ. റേഷ്യോ നോക്കുക, 1:50 വെച്ച് നോക്കുക. ക്ലിയർ ആവുണ്ടല്ലോ? ദാറ്റ് മീൻസ് 50 into 0.2 there will be only 10 ആംബിയർ which is coming from the main input. അപ്പോൾ ശരിക്കും നോക്കിയോ ഈ ഗാലനോമീറ്റർ എത്ര മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? 1 ആംബിയർ പറ്റുള്ളൂ. എന്നിട്ടും ഞാൻ എത്ര മെഷർ ചെയ്തു? 10 ആംബിയർ മെഷർ ചെയ്തു, 25 ആംബിയർ മെഷർ ചെയ്തു, 50 ആംബിയർ മെഷർ ചെയ്തു. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ 49 ആംബിയറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആരെ തീരുമാനിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എസ് അല്ലെ? ഇതാണ് പ്രാധാന്യം. എത്രത്തോളം എസിൻ്റെ വാല്യൂ കൂടുന്നു അത്രത്തോളം ഇവിടെ കറണ്ട് കുറഞ്ഞു വരും അല്ലേ? അപ്പം മിനിമം വാല്യൂ ആയിരിക്കണം എസിൻ്റെ അല്ലേ? സോ നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് എസ് സോ ദാറ്റ് ഐ ക്യാൻ മെഷർ എ വെരി ഹൈ കറണ്ട് ഓഫ് ഐ. ഞാനൊന്നുകൂടി ഒന്ന് സർക്യൂട്ട് സെയിം ആയിട്ട് വരയ്ക്കാം കേട്ടോ. സോ ദിസ് ഇസ് യുവർ ഷണ്ട് റെസിസ്റ്റൻസ്. This is your galvanometer. It is having capital G resistance. I have connected. Parallel എന്തിനെ കണക്ട് ചെയ്തതെന്ന് മനസ്സിലാവുണ്ടോ? എന്തുകൊണ്ടാണ്? നമുക്ക് മൊത്തം കറണ്ട് മെഷർ ചെയ്യണം അല്ലേ? സോ വെൻ യു കണക്ട് എ പാരലൽ റെസിസ്റ്റൻസ്, പാരലൽ വോൾട്ടേജ് സെയിം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ കറണ്ട് ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ് കുറവാണ് അല്ലേ? റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ മൊത്തം കറണ്ട് ഇത് കൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പോൾ കുറവ് കറണ്ട് അല്ല ഇത് കൂടെ ലോഡ് വരുള്ളൂ. സോ വി ആർ ഗിവിങ് എ പാരലൽ കണക്ഷൻ.
ക്ലിയർ ആവുന്നതായിരിക്കണം. റൈറ്റ്. നൗ ഇത് കൂടെ ഞാൻ എഴുതുന്ന മാക്സിമം ഞാൻ കൊടുക്കുന്ന കറണ്ട് കേട്ടോ, മാക്സ് അല്ല, ദ കറണ്ട് വിച്ച് ഇസ് കമ്മിങ് ഇൻസൈഡ് ദ സർക്യൂട്ട്. മാക്സിമം ഡിഫ്ലക്ഷൻ കറണ്ട് എന്താ IG, അത് ഗാൽവനോമീറ്റർ കൂടെ, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് G. I നിന്ന് IG ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവുക, I-IG അല്ലേ. ഇനി ഇത് രണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് പുറത്തേക്ക് I തന്നെയാണ് പോവുക. റൈറ്റ്. ഇത് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഏത് സെക്ഷനിലേക്കാണെങ്കിൽ കമ്മ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യേണ്ടത് അതിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ. അതിന് മുമ്പ് ഇനി ഞാൻ എങ്ങനെയാ, ഇനി സപ്പോസ് ഈ രണ്ടെണ്ണം പാരലൽ കണക്ഷൻ ആണെങ്കിൽ വാട്ട് ഇസ് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, I-IG ഇൻറ്റു S. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, IG ഇൻറ്റു G. So you will get S is equal to IG into G divided by I-IG. ഇതെന്തിനാ ഇക്വേഷൻ്റെ പ്രാധാന്യം, എസിൻ്റെ വാല്യൂ കിട്ടാൻ. IG നമുക്ക് അറിഞ്ഞുപിടിക്കേണ്ട കാര്യമാണ്. ഗാൽവനോമീറ്ററിൻ്റെ മാക്സിമം ലോഡ് കറണ്ട് അല്ല മാക്സിമം ഡിഫ്ലക്ഷൻ കറണ്ട്. G ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ അറിഞ്ഞിരിക്കണം. ഏത് കറണ്ടാണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്, അത് IG അഗെയിൻ. ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വാല്യൂ ഷണ്ട് റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ I മെഷർ ചെയ്യാം. How much value of shunt should be connected so that I current can be measured using this entity. Clear? Again, എത്ര വാല്യൂ ഉള്ള ഷണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് I മെഷർ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഇക്വേഷൻ. ക്ലിയർ ആവുമ്പോൾ വിചാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അമ്മീറ്റർ ഒരു സർക്യൂട്ടിലേക്ക് എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്, എല്ലാം കറണ്ടും ഒഴുകണമെന്നുണ്ടെങ്കിൽ സീരീസ് കണക്ഷനിൽ വേണം വയ്ക്കാൻ, അല്ലേ. സോ ഈ എൻറ്റിറ്റി ഇനി വേറെ ഏതിലേക്ക് ലോഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് എവിടെ ആയിരിക്കും ലോഡ് ഉണ്ടാവുക, ആൻഡ് ദിസ് ഇസ് എ കണക്ഷൻ, ആൻഡ് അത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആവുമ്പോൾ വിചാരിക്കുന്നത്. റൈറ്റ്. Now we'll do a small problem to understand the entire theory. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക അതിൽ മനസ്സിലാവും. ഓക്കെ. പ്രോബ്ലത്തിലേക്ക് പോകാം. Let's read the first question. നിങ്ങളോട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എ ഗാൽവനോമീറ്റർ ഹൂസ് കോയിൽ റെസിസ്റ്റൻസ് ഈസ് ഓഫ് 10 ohm gives maximum or full scale deflection of 5 milliampere. For how can you convert it into an ammeter of range 0 to 5 ampere? അതായത് 0 തൊട്ട് 5 ആംപിയർ വരെ മെഷർ ചെയ്യാവുന്നൊരു ഡിവൈസ് അല്ലെങ്കിൽ അമ്മീറ്ററായിട്ട് ആര് മാറ്റണം, ഇപ്പോൾ എത്ര വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന 5 മില്ലി ആംപിയർ മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാൽവനോമീറ്ററിനെ മാറ്റണം. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ എഴുതിയിട്ട്, അതായത് എന്തൊക്കെ പാരാമീറ്റർ തന്നിട്ടുണ്ട്. 10 ohm ആണ് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ്, G അല്ലേ, ദാറ്റ് ഈസ് 10 ohm. പിന്നെ എന്താ തന്നിട്ടുള്ള ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് 5 മില്ലി ആംപിയർ. അപ്പോൾ എത്ര തന്നിട്ടുണ്ട്, IG നമുക്ക് 5 മില്ലി ആംപിയർ ആണ് തന്നിട്ടുണ്ട് ആണല്ലോ. ദെൻ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എൻ ആംമീറ്റർ ഓഫ് റേഞ്ച് 0 അല്ല 5 ആംപിയർ വരെ മെഷർ ചെയ്യാവുന്ന മാക്സിമം കറണ്ട് അല്ലേ. അപ്പോൾ എത്ര കറണ്ട് മെഷർ ചെയ്യണം, I. അപ്പോൾ I നമുക്ക് 5 ആംപിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഹൗ ക്യാൻ യു കൺവേർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക ഒരു ഗാൽവനോമീറ്ററിന് ആംമീറ്റർ ആയിട്ട്, വെൻ യു കണക്ട് എ ഷണ്ട് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ആ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ചോദ്യം. എത്ര വാല്യൂ ഉള്ള ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം എന്തിന്, ഈ ഗാൽവനോമീറ്ററിലേക്ക്, സോ ദാറ്റ് ഐ ക്യാൻ റീഡ് എ കറണ്ട് ഓഫ് 5 ആംപിയർ. സിമ്പിൾ അല്ലേ, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അറിയണമല്ലേ. എന്താണ്, S is equal to IG into G divided by I minus IG. IGൻ്റെ സ്ഥലത്ത് എന്താ 5 മില്ലി ആംപിയർ 10 to power minus 3. Gൻ്റെ സ്ഥലത്ത് 10 ohm divided by I, that is 5 minus എത്രയാണ് 5 into 10 to power minus 3. റൈറ്റ്. കാൽക്കുലേഷൻ തനിയെ ചെയ്യണം കേട്ടല്ലോ. റൈറ്റ്. ഹൗ വുഡ് യു ഡു ഇറ്റ്? സോ ഇറ്റ് ഇസ് 5 into 10 to power minus 2 divided by 5 minus 0.005 അല്ലേ. So it will be 5 into 10 to power minus 2 divided by എത്ര വരിക, 4.995 അല്ലേ. Then you have to calculate. You will get an around answer as you will get a shunt resistance of around 10 to power minus 2. ഇത് രണ്ട് സെയിം അല്ല വാല്യൂ. സോ ഈക്വലൻ ടു 10 to power minus 2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും വാല്യൂ റെസിസ്റ്റൻസിന് നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യണം, ഈ സർക്യൂട്ടിലെ മാതിരി പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട് ദ സ്മോൾ ഗാൽവനോമീറ്റർ വിച്ച് കുഡ് മെഷർ ഓൺലി 5 മില്ലി ആംപിയർ ഇൻ ടു എ ഡിവൈസ് വിച്ച് ക്യാൻ മെഷർ എ 5 ആംപിയർ കറണ്ട്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. നൗ വിൽ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഗാൽവനോമീറ്റർ ഹൂസ് കോയിൽ റെസിസ്റ്റൻസ് ഇസ് 1 ohm ഹാസ് 50 ഡിവിഷൻസ്.
which measures 1 microampere per division. കുറച്ച് വേർഡിങ്സ് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. Sorry, you cannot see the question. വേർഡിങ്സ് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. The entire thing is same. A galvanometer whose coil resistance 1. അപ്പോൾ ക്യാപിറ്റൽ G തന്നിട്ടുണ്ടോ? has 50 divisions. 50 ഡിവിഷൻസ് ആണുള്ളത്. അതിൽ വിച്ച് മെഷർ 1 മൈക്രോ ആംപിയർ പെർ ഡിവിഷൻ. അതായത് ഓരോ ഡിവിഷൻ്റെ വാല്യൂ എത്രയാണ്? 1 മൈക്രോ ആംപിയർ ആണെന്നാണ്. അങ്ങനെ 50 ഡിവിഷൻസ് ഉണ്ട് അല്ലേ? ഹൗ ക്യാൻ യു കൺവേർട്ട് ഇൻ ടു മീറ്റർ ഓഫ് റേഞ്ച് 0 to 10 ആംപിയർ? അതായത് ഐ എത്ര വരാം? 10 ആംപിയർ. ഐ ജി ആണ് ഇവിടെ പ്രശ്നം അല്ലേ? ഐ ജി എങ്ങനെ അറിയാം? ഒരു ഡിവിഷൻ മൈക്രോ ആംപിയർ ആണ്. ഒരു ഡിവിഷൻ 1 മൈക്രോ ആംപിയർ ആണെങ്കിൽ 50 ഡിവിഷൻ എത്രയായിരിക്കും? 50 മൈക്രോ ആംപിയർ അല്ലേ? സോ നൗ യു ഹാവ് സോൾവ് ദ ആൻസർ ആക്ച്വലി ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ജിൻ്റെ വാല്യൂ എത്ര തന്നിട്ടില്ല? 1 ഓം തന്നിട്ടുണ്ട്. ഐ ജി എന്താ? ഒരു ഡിവിഷന് 1 മൈക്രോ ആംപിയർ. അപ്പോൾ 50 ഡിവിഷന് 50 മൈക്രോ ആംപിയർ അല്ലേ? നെക്സ്റ്റ് എത്ര റേഞ്ച് വരെ പോകണം? മാക്സിമം കറണ്ട് എത്രയാണ്? 10 ആംപിയർ. ഇത്രയും മെഷർ ചെയ്യണം. അഗെയിൻ അബവ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യാണ്. ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഐ ജി എന്താ? 5 × 10⁻⁻6 മൈക്രോ അല്ലേ? ഇൻറ്റു ജിൻ്റെ വാല്യൂ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി 10 - 50 × 10⁻⁻6 റൈറ്റ്. ഷണ്ടിൻ്റെ വാല്യൂ നിങ്ങൾക്ക് വളരെ ചെറിയ വാല്യൂ ആണ് കിട്ടുക. Right, find the value guys. Right, it will be quite close to same value. 15 × 10⁻⁻6 അടുത്ത് തന്നെ വാല്യൂ വരിക. ബിക്കോസ് വളരെ ചെറിയ വാല്യൂ അല്ല 10 കുറയ്ക്കുന്നത്. സോ 5 × 10⁻⁻6 ആണ്. അതായത് ഐ വിൽ യൂഷ്വലി ഇത് നീറ്റിലാണെങ്കിൽ ഐ വിൽ നെഗ്ലക്ട് ദിസ് ടേം എൻറ്റയർലി. സോ 50/10 എന്ന് പറഞ്ഞാൽ 5 × 10⁻⁻6 ഞാൻ എഴുതുള്ളൂ. ഞാനല്ല, യു ആർ സപ്പോസ് ടു ഡു ഇൻ ദ നീറ്റ് ഫോം അല്ലേ? 50 × 10⁻⁻6 എന്ന് പറഞ്ഞാൽ എന്താ? 0.0000 പോയുള്ളൂ. അപ്പോൾ 9 പോയിൻറ്റ് സംതിങ് ഒക്കെ അല്ലേ വരുള്ളൂ. സോ ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ്. 10 എന്നായിട്ട് തന്നെ എടുക്കും. സോ 50/10 എന്തായിരിക്കും? 5. സോ ദ ആൻസർ ഇസ് ക്ലോസ് ടു 5 × 10⁻⁻6 ohm. It's the resistance or the shunt value which has to be connected in parallel is very very small. Clear ആണെന്ന് വിചാരിക്കുന്നു. Right. Now we'll go for the next topic, which is conversion of galvanometer into voltmeter. അമ്മീറ്റർ പ്രത്യേകം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വോൾട്ട്മീറ്റർ അത് വളരെ വളരെ എളുപ്പമാണ്. ഓക്കെ, ആ പോയിന്റിലേക്ക് വോൾട്ട്മീറ്ററിൻ്റെ കൺവേർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഐഡിയ അറിഞ്ഞിരിക്കണം. ഒരു ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കണം. എന്തുകൊണ്ടാണ്? നോക്കിയേ, ഞാൻ അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് വിചാരിക്കുക അല്ലേ? കൂടുതലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ റെസിസ്റ്റൻസ് കൂടി ഞാൻ അതിലേക്ക് സർക്യൂട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അല്ലേ? ആ റെസിസ്റ്റൻസും കുറച്ച് ഡ്രോപ്പ് ഉണ്ടാക്കും കറണ്ടിൻ്റെ. കുറച്ച് കറണ്ട് അത് വലിക്കില്ലേ അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് കറണ്ട് ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വലിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള കറണ്ട് ഫ്ലോ അത് സർക്യൂട്ടിൽ ലിമിറ്റ് ആവും അല്ലേ? സോ അങ്ങനത്തെ ഒരു കാര്യം ഡ്രോബാക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല എന്താ? റെസിസ്റ്റൻസ് ഓഫ് ദ അമ്മീറ്റർ ഷുഡ് ബി 0 ഐഡിയൽ കേസസിൽ, വിച്ച് നെവർ ഹാപ്പൻസ്. പക്ഷെ നമ്മൾ സാധാരണ ഷണ്ട്, ഇപ്പോൾ ഇതാണ് എൻ്റെ സർക്യൂട്ട് അല്ലേ? ഇതായിരുന്നു എൻ്റെ ഗാൽവനോമീറ്റർ. അതിൽ ഞാൻ ഷണ്ടായിട്ട് ഞാൻ ഇതിനെ കണക്ട് ചെയ്തു ഗാൽവനോമീറ്റർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വാല്യൂ എന്താ വരിക? G × S ഡിവൈഡഡ് ബൈ G + S അല്ലേ? ഈ ഷണ്ടിൻ്റെ വാല്യൂ നോക്കിയേ, വളരെ ചെറുതല്ലേ? ഷണ്ടിൻ്റെ വാല്യൂ ചെറുതായി കഴിഞ്ഞാൽ R ഇക്വലൻറ്റിൽ മൊത്തം ഇതല്ലേ അമ്മീറ്ററായിട്ട് ആക്ട് ചെയ്യാൻ പോണേ? R ഇക്വലൻറ്റിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു 0. അങ്ങനെയാണ് ഒരു ഐഡിയൽ കൺവേർഷനായിട്ട് നമ്മൾ മാറ്റുന്ന ആരെ? ഗാൽവനോമീറ്ററിന്. സോ ബേസിക് കൺസിസ്റ്റൻസി ഓർ ബേസിക് കണ്ടീഷൻ ഫോർ an ideal ammeter is resistance should be equal to 0, which never happens. But if you connect a shunt resistance with a galvanometer, you can make an ammeter which is quite close to an ideal value. Clear ആണെന്ന് അറിഞ്ഞിരിക്കുക.